മഹ്ദൂമുമാരുടെ കാലം മുതൽ തന്നെ സുന്നി പണ്ഡിതർ എതിർത്തുവന്ന വ്യാജ ത്വരീഖത്താണ് കൊണ്ടോട്ടി ത്വരീഖത്ത്. നേർച്ചയുടെ പേരിൽ പല അനാചാരങ്ങളും അവിടെ നടന്നിരുന്നു. സുന്നി പണ്ഡിതർ അതിനെ ശക്തമായി എതിർക്കുകയും വിശ്വാസികളെ ഉത്ബുദ്ധരാക്കുകയും ചെയ്തു പോന്നു. കുണ്ടോട്ടിയിട്ട് ഞാൻ എന്റെ ഉമ്മമാരോട് പറയും, കുണ്ടോട്ടിയിട്ട് ഒരു നേർച്ച നടക്കാൻ, എന്നിട്ട് ഊര കൊണ്ടുന്ന നേർച്ച. ആര് പറഞ്ഞു ഇങ്ങനെ ഒരു നേർച്ച നടത്താൻ? നേർച്ചയുണ്ട് ഇസ്ലാമില്, ഉറൂസുണ്ട് ഇസ്ലാമില്, അതൊന്നും ഇല്ലാന്നല്ല. പക്ഷേ ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന ഉറൂസ് നേർച്ച എന്ന് പറയും. എന്ത് നേർച്ചയാണത്? കുറെ തോന്നിവാസം നടത്തലാണോ നേർച്ച? നമ്മുടെ ആലിമീങ്ങൾ മുമ്പ് തന്നെ ശക്തിയായി അതിനെ എതിർത്തു വന്നതല്ലേ. ഇങ്ങനെയുള്ള മുട്ട് വീണ ചില മുസ്ലിങ്ങൾ ആഘോഷങ്ങളിലും അടിയന്തരങ്ങളിലും മറ്റും യഥേഷ്ടം ചെയ്തു വരുന്നത് കാണുമ്പോൾ എത്ര കണ്ട് ലജ്ജാവവും വ്യസനകരവുമാണ്. ഇവരുടെ ഇസ്ലാമിക നിഷ്ഠ എന്തായിപ്പോയെന്നോർത്തുകൊണ്ട് വ്യസനിക്കല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്? അത്തരക്കാരുടെ കണ്ണ് സമസ്തയുടെ ഈ പ്രമേയം തുറപ്പിക്കുമെന്നും മേലിൽ ശറഇൽ അനുവദനീയമല്ലാത്ത മുഴുവൻ സംഗതികളിൽ നിന്നും അവര് വിരമിക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം. പരിപാവനമായ ദീനുൽ ഇസ്ലാമിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു തആല അവർക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ. എന്ന് 1951 കാലത്ത്, ഞാൻ ജനിക്കുന്നതിന്റെ 8 കൊല്ലങ്ങൾക്ക് മുമ്പ്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ വടകരയിൽ വെച്ച് ആ യോഗത്തിലാണ് ബഹുമാനപ്പെട്ട ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ സമസ്തയിൽ മെമ്പറാകുന്നത്. ആ യോഗത്തിൽ വെച്ചെടുത്ത തീരുമാനം മഹാനായ എം.എ. ഉസ്താദ് അന്നിറക്കിയ അൽബയാനിൽ എഴുതിയതാണ് സഹോദരന്മാരെ ഞാൻ വായിച്ചു കൽപ്പിച്ചത്. എന്നിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള നേർച്ചകൾക്ക് അനുകൂലമാണെന്ന് വരുത്തി തീർക്കാൻ, എന്നിട്ട് ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന നേർച്ചന്റെ ചിത്രവും അതുപോലെ കാഞ്ഞിരമുറ്റത്തും മണത്തലയിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വിവരമില്ലാത്ത ആളുകൾ നടത്തുന്ന നേർച്ചകളുടെ മുട്ടും പാട്ടും കൊണ്ടുവന്ന് നാദാവരത്ത് സ്ക്രീനിൽ കാണിക്കുകയാണ് ഹുസൈൻ സലഫി. ഞാൻ